ഇതൊരു രാത്രി തൊട്ടിട്ട് പിറ്റേ ദിവസത്തെ ഒരു ഫുൾ ഡേ വ്ലോഗാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കോളേജ് റീസ്റ്റാർട്ട് ചെയ്യും. അതേപോലെ കാക്ക് ഏർലി മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പം പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ ഇപ്പോൾ സ്നാക്കാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. ലഞ്ചാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടാണ് കിടക്കാറ്. വെളുപ്പിനൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എണീക്കും. 5 മണി ആകുമ്പോഴേക്കും കേക്ക് പോകണം. അപ്പോൾ 4 മണിക്ക് എണീറ്റിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയത്തിന് കേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കണേ. ഇതിപ്പോൾ ഞാനൊരു സ്നാക്ക് കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു എഗ് റോളാണ്. ഞാൻ എഗ് റോളിൻ്റെ ആ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്തിട്ട് റോളാക്കി വെക്കും. പിറ്റേന്ന് പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എഗ് റോൾ ഇപ്പോൾ ഞാൻ വേണ്ടിയിട്ടുള്ളത് ക്യാപ്സിക്കം, പിന്നെ കുറേ ടൊമാറ്റോസും അതിൻ്റെ കൂടെ തന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണക്കാക ഇതേപോലെ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കലില്ല. പക്ഷെ സമയമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ പിറ്റേന്നത്തേക്ക് എന്തെങ്കിലും നമ്മൾ പാക്കറ്റ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തുവിടും. അതല്ലെങ്കിലും കാക്ക ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കഫേയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. തോന്നുകയാണെങ്കിൽ വാങ്ങും, കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പിറ്റേന്നത്തേക്ക് ഞാൻ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് പിന്നെ പയറൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചായിട്ട് ഞാൻ ചോറൊന്നും കൊടുത്തു വിടാറില്ല. കാരണം ആ സമയത്ത് തലേ ദിവസം രാത്രി ആണെങ്കിലും എൻ്റെ കോളേജിൽ നിന്ന് വരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും കറികളും ഒന്നും റെഡിയാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാൻ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ വരുമ്പോഴായിരിക്കും പിന്നെ ലഞ്ച് കഴിക്കുന്നത്. വരുമ്പോൾ ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തും. അപ്പോഴായിരിക്കും ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. ഞാനിതിപ്പോൾ എഗ് റോളിൻ്റെ മസാല ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് സവാള വാട്ടുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം, തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എളുപ്പത്തിന് തന്നെ മിക്കപ്പോഴും ദോശയോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും. അല്ലെങ്കിൽ ഉപ്മ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ പുട്ടൊക്കെ ആക്കി കൊടുക്കുന്നത്. കാരണം ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ വീണ്ടും ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. എന്നാലും ആൾ ഓക്കെയാണ് കേട്ടോ. കാരണം ചോറ് അങ്ങനെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആ വെജീസിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മസാല പൗഡേഴ്സും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ മസാല. ഈ മസാല എന്ന് പറയുമ്പോൾ മസാല പൗഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതിൻ്റെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ മസാല പൗഡേഴ്സൊക്കെ ഈ റോളിലും എങ്ങനെ സാൻഡ്വിച്ചിലൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ചിക്കൻ കറിയുടെ ആ ഒരു മസാല ഇല്ലേ സെയിം അത് കഴിക്കുന്നൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിക്കാക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്നാലാണ് നമുക്ക് ആ ഒരു വെജീസിൻ്റെ ആയാലും റോ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ 2 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് അതും ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ എഗ്ഗും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ റോളിൻ്റെ ഷീറ്റിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കലാണ് പണി. അത്രേ ഉള്ളൂ നമ്മുടെ ഈ എഗ് റോൾ ഉണ്ടാക്കുന്നത്. ഇത്ര എളുപ്പമാണ്. നമുക്ക് ആ ഷീറ്റ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷെ അതെനിക്ക് ഇരട്ടി പണിയായതുകൊണ്ടാണ് ഞാനത് അതിനുള്ള ടൈമും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് റെഡിമെയ്ഡ് തന്നെ വാങ്ങിയത്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഈ മസാലയിൽ ഞാൻ കൂടുതലും ആഡ് ചെയ്യണത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴത്തെ ഈ ക്ലിപ്പിലില്ല, പിന്നത്തെ ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസും കുറച്ച് ആഡ് ചെയ്യണം. കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ എല്ലാ റോളിലും എല്ലാ സാൻഡ്വിച്ചിലും ഈ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യലുണ്ട് കേട്ടോ. ഇതാണ് എഗ് റോളിൻ്റെ ഒരു റാപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഷീറ്റ് ഉണ്ട് കേട്ടോ. അത് വച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ആ ഷീറ്റ് ഒരു 4-5 എന്തോ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഹാർഡായിപ്പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആ എഗ് റോളിൻ്റെ ആ ഒരു ഷീറ്റിൽ ആ മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് തന്നെ അത് റോൾ ചെയ്തിട്ട് മൈദ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
അത്രയും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറില്ല. പിറ്റേന്ന് നേരത്തെ എണീക്കുമല്ലോ, എന്നിട്ട് ഞാനത് ഫ്രൈ ആക്കി എടുക്കും. അങ്ങനെ ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ ആ ബോക്സിലാക്കി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ഒരുപാട് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വന്നാൽ എടുക്കുന്ന സമയത്ത് ശരിക്കും ഒട്ടിപ്പിടിച്ചാലും ആ ഷീറ്റ് കീറിപ്പോരൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ഈ റോളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് തന്നെ വയ്ക്കും. ഒന്നാമത് ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ മാക്സിമം ഞാൻ കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് വയ്ക്കൽ. കാരണം പിറ്റേന്ന് 4 മണിക്ക് എണീക്കണം. ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല, കേടാവുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് എണീക്കുന്ന രംഗാണ്ട് ഈ കാണുന്നത്. 4 മണിക്ക് എണീച്ചിട്ട് നേരെ വന്നിട്ട് ഈ റോള് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ഓയിലേക്ക് ഇട്ടതിന് അപ്പം തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, 5 മിനിറ്റ് പോലും അതൊന്നും ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വരാറില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കി റോൾ ചെയ്ത് വയ്ക്കുന്ന ആ ഒരു സമയം മാത്രമാണ് ഇതിനകത്തുള്ളൂ. പിന്നെ ഇക്കാക്ക് പോകേണ്ട സമയത്ത് ഞാൻ അന്ന് പുട്ടൊക്കെ ഞാൻ ആവിയേറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫ്ലേവേർഡ് തൈരുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലെക്സോ ചോക്കോസോ അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് ജസ്റ്റ് മേളിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അത് കഴിച്ചിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇക്കൊക്കെ പോയി ഞാൻ കിച്ചണിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നേരെ വീണ്ടും ഞാൻ കിടക്കാൻ വേണ്ടി വന്നു കേട്ടോ. നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ആയതിൻ്റെ പേരിൽ റൂമിൽ ലൈറ്റ് ഇല്ലാണ്ട് കിടക്കൂല. അപ്പോൾ ഞാൻ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്ന ഏതോ ഒരു ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി പോണത്. കാര്യം ഉറക്കമൊന്നും വരില്ല, ആ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഷീസ് നല്ല ഉറക്കത്തിലാണ്. പിന്നെ എണീക്കുന്നത് തന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കുന്നത് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു 10 മണിക്കൊക്കെ എണീറ്റ് ഷെസൂന് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനെ നേരെ ഞാൻ ടേക്ക് കെയർ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോളേജിൽ പോകണം. അപ്പോൾ എനിക്കിന്ന് 3:30ക്കാണ് ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ വീട്ടിലേക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ അവൾ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. കാരണം 1:30ക്ക് പോകണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1:30 ആയപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 മണിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് കയറിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓൺലൈൻ കയറാം, 3:30ക്കത്തെ ഓഫ്ലൈൻ ക്ലാസ്സിന് മാത്രം നമ്മൾ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൈറ്റായിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകണേ കേട്ടോ. പിന്നെ ഇത് ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഞാൻ കുറച്ച് നേരം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് 1-2 തവണ ചിലപ്പോൾ നമ്മളെ ഫസ്റ്റ് സെമ്മിന് ഉണ്ടായിരുന്ന സെയിം ഇൻസ്ട്രക്ടറിനൊക്കെ തന്നെയായിരിക്കും നമ്മൾ സെക്കൻഡ് സെമ്മിനും പഠിപ്പിക്കുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അത് അപ്പം തന്നെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പം ഇത് ഫസ്റ്റ് ഡേ ഞങ്ങൾ കോളേജിലൂടെ എത്തിയപ്പോൾ ഉണ്ടായ സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത് ക്യൂ നിൽക്കുക, അഡ്വൈസറെ കാണാൻ ക്യൂ നിൽക്കണം. എന്തെങ്കിലും കോഴ്സിൻ്റെ സീറ്റ് മിസ്സാവോ എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ വേണ്ട, മെട്രോളോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും. അങ്ങനെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര വെൽക്കമിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഇൻസ്ട്രക്ടർ കനേഡിയനാണെന്ന് തോന്നുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് വെൽക്കം ചെയ്തു എല്ലാവരും. പിന്നെ നമ്മുടെ പേര് അവരൊരു
A4 ഷീറ്റാണെന്ന് തോന്നുന്നു, അത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു മാർക്കറും പേരും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചറും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് വരയ്ക്കാൻ പറ്റിയ പിക്ചർ ഒന്നും ഓർമ്മ വന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു സ്മൈലിയൊക്കെ വരച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മേളിൽ ഹാങ് ചെയ്ത് വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മുടെ പേര് അറിയാൻ വേണ്ടിയിട്ടാണ്, കാണുമ്പോൾ തന്നെ നമ്മുടെ പേര് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് എഴുതിയിട്ട് സിസ്റ്റത്തിൻ്റെ മേളിൽ വയ്ക്കാൻ വേണ്ടി പറയണം. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലൊക്കെ ഇരുന്നു. ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യണതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് ഇടയ്ക്ക് ഫോൺ നോക്കാം. പിന്നെ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓരോരുത്തരോടായിട്ട് ചോദിക്കാറൊന്നുമില്ല. മീൻസ് ഇൻഡിവിജ്വലായിട്ട് ആരോടും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഒരു കോമൺ ആയിട്ട് ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ഉത്തരങ്ങളൊക്കെ പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്താനായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയില്ല. പിന്നെ ഞാൻ നേരെ പോയി തൊട്ടടുത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി പഞ്ചസാരയും പിന്നെ സവോളയും അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അത് രണ്ടും വാങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം. ചോറായിട്ടാണ് കഴിക്കാറ് പിന്നീട് എല്ലാവരും. കാരണം കക്കായും കൊണ്ടുപോക്കില്ല, ഞാനും കഴിച്ചിട്ടല്ല പോണത്. പിന്നെ ഷെസു ക്ലാസ്സിൽ നിന്ന് വന്നതിന് അവനിക്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആർക്കും ചോറൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഇപ്പം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ന്യൂഡിൽസ് ഉണ്ടായിരുന്നു. ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷെസുവിന് ന്യൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഫസ്റ്റ് കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അതിനും കൊടുത്തിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മസാലയൊക്കെ ആക്കി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഒപ്പിക്കണ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അതിനകത്തുണ്ടല്ലോ ഒരു പാക്കറ്റും കുറച്ച് മസാലയും അതങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചെറിയൊരു ചേഞ്ചിൽ കുറച്ച് സവാളയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ആ കിട്ടിയ പാക്കറ്റിൽ മസാലയും ഇട്ടിട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് ഷെസു ഇവിടെ നല്ല ഗെയിം കളിയാണ്. വീടൊക്കെ മൊത്തം അലമ്പ പിടിച്ചെടുക്കുകയാണ്. ഞാൻ പോയപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോണേ. ഫുഡ് കഴിച്ചില്ലെങ്കിലും വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ട് പോകും. കാരണം തിരിച്ച് വന്നു കഴിയുമ്പോൾ അലങ്കോലായിട്ട് കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ തിരിച്ച് വരുമ്പോൾ ആ ഉഷാർ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും ഇവിടെ ഷെസു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ടോയ്സ് ഞാൻ എപ്പോഴും ഒളിപ്പിച്ച് വെച്ചാലും പോയി ചാടിക്കറി എടുക്കും. അതൊക്കെ നിരത്തിയിട്ടേക്കത് രംഗമാണ് പാക്കേണ്ടത്. പിന്നെ ഞാൻ സവാളയിലേക്ക് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് സോസ് ഒഴിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തുണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് കുറച്ച് സോസ് ഒഴിക്കുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് മിക്സാക്കി നൂഡിൽസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഏർലി മോർണിംഗ് വ്ളോഗായിരുന്നു. രാവിലെ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം കോളേജിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെയുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വ്ളോഗാണ്. കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.